എപ്പോഴെങ്കിലും ഒരു ഫോറിൻ സിനിമയുടെ ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കുന്ന രീതി, ടെൻഷൻ ബിൽഡ് ചെയ്യുന്ന രീതി, അത് തിരക്കഥയിലേക്ക് കൊണ്ടുവരാൻ ജിത്തു ജോസഫ് വോളണ്ടറിലി ശ്രമിച്ചിട്ടുണ്ടോ? അല്ല, അങ്ങനെയല്ല. നമ്മൾ എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി സിനിമകൾ കാണുകയും ബുക്കുകൾ വായിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ചില സാധനങ്ങൾ നമ്മളെ അട്രാക്ട് ചെയ്യും. അത് ഉണ്ടാക്കി ഇമ്പാക്റ്റ് ഈ പറയുന്ന പോലെ നല്ല ക്ലാസ് ആയിട്ടുള്ള ചില ഫിനിഷിംഗ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ സിനിമകളിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ അത് അതേപോലെ എടുക്കാന്നല്ല, അതെങ്ങനെയാണ് അവരത് സ്ട്രക്ചർ ചെയ്തെടുത്ത് അതേപോലെ സ്ട്രക്ചർ ചെയ്തെടുത്ത് ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. കണ്ട സിനിമകളുടെയും ഇതിൽ നിന്നൊക്കെ ഉണ്ടാക്കിയ ഒരു ഞാൻ എൻ്റെ സിനിമയെക്കുറിച്ച് അങ്ങനെ പറയാൻ പറ്റില്ല, ഒരു എൻഡിങ് ഷോട്ടായിരുന്നു ദൃശ്യം 2 അത് നടന്നു പോകുന്നത്. മനസ്സിലായോ? അതിനകത്തൊരു ഒത്തിരി പേര് എന്നോട് പറഞ്ഞ കേട്ടോ, ഞാൻ അവകാശപ്പെടുന്നില്ല, എന്നോട് പറഞ്ഞാണ് അതൊരു ക്ലാസ് എൻഡിങ് ആയിരുന്നു ആ പുള്ളി അവസാനം നടന്നു പോകുന്നത്. അത് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇങ്ങനത്തെ കുറേ സിനിമകളുടെ കണ്ടപ്പോൾ പല രീതിയിൽ പല സിനിമകളിൽ പല രീതിയിലുള്ള ക്ലാസ് എൻഡിങ്സ് ഉണ്ടല്ലോ. അങ്ങനെ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സാധനം കിട്ടുകയാണെങ്കിൽ എന്ന് നമ്മളിപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു പാറ്റേൺ എടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ചില സിനിമകളിൽ നിന്ന് ചില അങ്ങനെ അത് എടുത്തിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മെയിനായിട്ട് അങ്ങനത്തെ ചില സാധനങ്ങൾ പാറ്റേൺ, ഇങ്ങനെ കുറേ സിനിമകളുടെ നല്ല എൻഡിങ്സ് ഉണ്ട് എനിക്കിപ്പോഴും യൂസ് ചെയ്യാൻ പറ്റാത്ത ആ പാറ്റേൺ. എൻ്റെ കഥയായിട്ട് അത് അതിനുവേണ്ടി സിനിമ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഒരു കഥ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ അത് അതിനകത്ത് ഫിറ്റ് ആവുമെങ്കിൽ, ആ പാറ്റേൺ ഫിറ്റ് ആവുമെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അത് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. ഞാൻ പക്ഷെ കൂടുതലും എനിക്ക് സബ് ടൈറ്റിൽ വെച്ച് സിനിമ കാണുന്നത് ഞാൻ എൻജോയ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കാണുന്ന മുഴുവൻ ഇംഗ്ലീഷ് സിനിമകളാണ്. ഹിന്ദി സിനിമയും പണ്ട് ഇത് കാണുമായിരുന്നു. എനിക്കല്ലാതെ ഇപ്പം പറയുന്ന പോലെ കൊറിയൻ സിനിമകളോ അല്ല സ്പാനിഷ്, എനിക്ക് അങ്ങനത്തെ ഫിലിം മേക്കേഴ്സിനെ കുറിച്ച് വലിയ ധാരണയില്ല. ഞാനെല്ലാം കാണുന്നത് ഇംഗ്ലീഷ് സിനിമകളാണ് കൂടുതലും കാണുന്നത്. പിന്നെ ഈ വല്ലവരുമൊക്കെ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചെയ്യണം. പക്ഷെ അപ്പോഴും ഒരു പ്രോബ്ലം, പക്ഷേ ഈ OTT-യിലേക്ക് ഒരു ഗുണം എന്ന് വെച്ചാൽ ഇപ്പം അതിൻ്റെ ഡബ് കിട്ടും. അല്ലാതെ ഈ സബ് ടൈറ്റിൽ വെച്ച് സിനിമ എനിക്ക് ഒരു രക്ഷയില്ല, എനിക്ക് ദിയത്തേയില്ല. ഈ കുറച്ച് ക്ലാസിക് സിനിമകളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാ ഇൻഫ്ലുവൻസ് ചെയ്തതെന്നൊന്ന് ചോദിക്കും. ക്ലാസിക്സ് കാണണ്ടല്ലോ. അല്ലല്ല, ഞാൻ ക്ലാസിക്കാന്ന് വിചാരിക്കുന്നതാണ് മതി. അത് എന്തായാലും ജിത്തു ജോസഫ് കണ്ടുണ്ടാവും. 7 എന്നുള്ള സിനിമയുടെ എൻഡിങ് എങ്ങനെയാ ഇൻഫ്ലുവൻസ്? ഞാൻ ഓർക്കുന്നില്ല, പണ്ട് കണ്ടതാ. എനിക്ക് ഞാൻ VHS കാസറ്റിൽ കണ്ടിട്ട് കണ്ടാന്ന് തോന്നുന്നു. VHS കാസറ്റിൽ പഴയ അതിന്റെ ബ്രാഡ് പിറ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ അതൊരു സീരിയൽ കില്ലറിന്റെ, പക്ഷെ ഞാൻ എൻഡിങ് മറന്നു എങ്ങനെയാന്നുള്ളത്. അതിൽ ഈ പാപങ്ങളെ പറ്റി പറയുന്ന ഒരു ഏരിയ ഉണ്ട്, ഒരു 7 പാപങ്ങളെ പറ്റി പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അതിന്റെ ഒരു സ്ട്രക്ചറിങ് ഉണ്ട് സാർ. അത് മെമ്മറീസായിട്ട് പെട്ടെന്ന് ചേർന്നു പോകും. മെമ്മറീസ് അതിനായിട്ട് ഒരു സാമ്യം ഉണ്ടെന്നല്ല പറയുന്നത്. കൈൻഡ് ഓഫ് സ്ട്രക്ചർ, ആ ബൈബിൾ റെഫറൻസ്, അത് നമുക്ക് ആ പടം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് 7 ആയിരുന്നു. യൂഷ്വൽ സസ്പെക്ട്സ്, അതിന്റെ എൻഡിങ് എനിക്കത് ഭയങ്കരമായിട്ടും ഭയങ്കര നമ്മളിങ്ങനെ ഇതാക്കിയ ഒരു എൻഡിങ് ആണ്. അത് ഞാൻ മറക്കത്തില്ല. ആ സിനിമ ഭയങ്കര എന്നെ ഇങ്ങനെ ഞെട്ടിച്ച് കളഞ്ഞൊരു സിനിമയാണ്. ആ ലാസ്റ്റ് അയാളെ ആ നടപ്പ് ഇങ്ങനെയൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കുണ്ടല്ലോ, ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. പക്ഷേ നമ്മളിപ്പോൾ ദൃശ്യത്തിൽ കുറെ ആളുകളെ പറ്റിച്ചിട്ട് അയാൾ നടന്നു വരുമ്പോ എനിക്ക് കണക്ട് ആയി പോയി ആ സിനിമയിൽ. ആ നടപ്പ് ഈ നടപ്പ് ഭയങ്കര വ്യത്യാസമുണ്ട്. അങ്ങനെയാണ് ഒത്തിരി സിനിമകളിലുണ്ടാകുന്നത്. പക്ഷെ ഈ നടപ്പിന്റെ പ്രത്യേകത വെച്ചാൽ അത്രയും നേരെ ഇരുന്ന് അയാൾ ആ സ്റ്റോറി അവിടെ നിന്ന് നരേറ്റ് ചെയ്തിട്ട് അയാൾ അങ്ങ് ക്രിപ്പിൾഡായിട്ട്, എനിക്കൊരു ഡൗട്ട് തുടക്കത്തിൽ അടിച്ചു, ഇയാളെ എന്തിനാ ക്രിപ്പിളാക്കി വെച്ചേക്കുന്നത് ഒരു ഡൗട്ട് അടിച്ചു. പക്ഷെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അതങ്ങ് വിട്ടുപോയി, ആ ഫാക്ടർ വിട്ടുപോയി. എന്നിട്ട് പുള്ളി അങ്ങ് നടക്കാൻ തുടങ്ങിയപ്പം ഇതായി. മറ്റേത് അത് ദൃശ്യമായിട്ടൊന്നും അതിൽ നിന്ന് ഇൻസ്പയർഡ് ഒന്നും അല്ല ദൃശ്യം. ഷോഷാങ്ക് റിഡംപ്ഷനിലെ അവസാനം അയാള് ജയിൽ പൊട്ടിച്ച് മഴ നനയുന്ന ഷോട്ട് എന്തായിരുന്നു അത് കണ്ടപ്പോഴുണ്ടായിരുന്ന ഫീൽ? ഷോഷാങ്ക് റിഡംപ്ഷൻ എന്നെ സംബന്ധിച്ചോളം, ഞാൻ ആ സിനിമ കണ്ട് പോറടിച്ച് ഇങ്ങനെ ഇരുന്നിരുന്ന് ഇത് എന്നെ ഇങ്ങനെ ആൾക്കാർ ഈ സിനിമയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞെന്ന് അങ്ങനെ ആലോചിച്ചിട്ട് അവസാനിക്കുന്നത് എന്ന് തോന്നിപ്പോയി. അവിടെയാണ് ആ എൻഡിങ്ങിലാണ് നമ്മളെ കൊണ്ട് ഒരു വലിയൊരു അഡ്രിനാലിൻ റഷ് കൊണ്ടുപോയത്. എൻ്റെ ഫേവറേറ്റ് സിനിമകളിലൊന്നും അത്. കാരണം അന്നത്തെ എനിക്ക് പറഞ്ഞ ഷോഷാങ്ക് റിഡംപ്ഷൻ ഒരു ബോക്സ് ഓഫീസ് ഹിറ്റ് അല്ല. അത് ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു സിനിമ തന്നെയാണ്. എങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ചെയ്ത് കൊണ്ടുപോയി വളരെ സ്ലോ പേസിൽ പറഞ്ഞ് അവസാനം അത് ക്ലൈമാക്സ് വല്ലാത്തൊരു ഫീലിൽ കൊണ്ടുവന്നിട്ട് എനിക്ക് പറഞ്ഞാൽ അതേപോലത്തെ സ്ക്രിപ്റ്റിംഗ് എന്നല്ല, എനിക്ക് ആ പടം ഓടിയതിലും ഇതിലും ഭയങ്കര സന്തോഷം തോന്നി. നമ്മുടെ ഇൻഡസ്ട്രിയിൽ കിഷ്കിന്ധ്യ കണ്ടം അതിൻ്റെ ഒരു പേസ് അതാണ്. അപ്പം ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വെച്ചപ്പം ഇത് ഓടുന്നു പറഞ്ഞപ്പോൾ എനിക്ക് എന്തൊരു സന്തോഷമായിരുന്നു അറിയോ. കാരണം ഒരു സമയത്ത് സിനിമയ്ക്ക് അങ്ങ് സ്പീഡ് കൂടിയിട്ട് തൊട്ടാലും പിടിച്ചാലും ലാഗ് അത് ഇത് പ്രൊഡ്യൂസേഴ്സ് വന്നിട്ട് കണ്ടിട്ട് പറയും അവിടെ ഒരു ലാഗ് ഉണ്ട്, അത് കട്ടി
അങ്ങനെ സിനിമയ്ക്ക് ലാഗ് വേണം. മെമ്മറീസിൽ ഞാൻ ഫസ്റ്റ് ഹാഫിൽ ലാഗ് ഇട്ടിട്ടുണ്ട്. ദൃശ്യത്തിനകത്ത് എൻ്റെ ഇപ്പൊ ദൃശ്യം 3 എഴുതിക്കൊണ്ടിരിക്കുക, അതിനകത്തുകൊണ്ട് ലാഗ് അല്ല, ലാഗ് ഇല്ലാതെ ഒരു ഇത് ക്രിയേറ്റ് ചെയ്യണ്ടേ, ഒരു അത് ഉണ്ടാക്കിയെടുക്കണ കുറച്ച് സമയം വേണം. അപ്പൊ ഇത് എൻ്റെ ഒരു തോട്ടാട്ടോ ഇതൊക്കെ. ഞാൻ പറയുന്നത് നിയമങ്ങളൊന്നുമല്ല, ഞാൻ അങ്ങനെ വിശ്വസിച്ച് പോകുന്ന ആളാണ്. അതുകൊണ്ട് എൻ്റെ സിനിമയിൽ ഇച്ചിരി ലാഗൊക്കെ കാണും. അത് ഒഴിവാക്കി പോകുമ്പോൾ അത് ശരിയാവത്തില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ട്രൂ ലൈസ് കണ്ടപ്പോ എന്താ ജിത്തു ജോസഫിന് കിട്ടിയത്? ആക്ഷൻ പടം, അത് ഒരു എന്താ പറഞ്ഞ ലാർജർ ദാൻ ലൈഫ് ആക്ഷൻ പടം. ഞാനും ലിൻഡയൊക്കെ തിയേറ്ററിൽ പോയി കണ്ട പടമാണ്. ഓക്കെ ഓക്കെ. കുറച്ച് മലയാളം ക്ലാസിക്സിനെ പറ്റി ജിത്തു ജോസഫ് എന്താ വിചാരിക്കുന്നതെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. ഓളർ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ, ഒരു തണുത്ത എളുപ്പാങ്കാലത്ത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമ. എനിക്ക് എൻ്റെ മൂഡ് ഭയങ്കര ഇഷ്ടമായിരുന്നു. പത്മനാഭ സാറിൻ്റെ, എന്നാൽ പത്മനാഭ സാറാണ് എനിക്ക് മലയാളത്തിൽ ഏറ്റവും ഫേവറേറ്റ് ആയ ഒരു ഡയറക്ടർ. കാരണം വെച്ചാൽ അദ്ദേഹം ഒത്തിരി വെറൈറ്റി ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സീസൺ, ആ കാലഘട്ടത്തിലെ നോൺ ലീനിയർ ഇത്. അന്ന് ഞങ്ങളൊരു 8 പേര് ഫ്രണ്ട്സ് എല്ലാം കൂടെ കാണാൻ പോയിട്ട് ബാക്കിയുള്ളവരെല്ലാം ചീത്ത വിളിച്ചിട്ട് ഇറങ്ങി പോയി. എന്നാ ഗോപിലെ കഥ പറഞ്ഞതെന്നൊക്കെ വെച്ചു. ഞാൻ പിന്നീട് അത് ഇത് രസമായിട്ട് പറഞ്ഞ് അവർക്കൊന്നും മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തത്. എനിക്ക് പത്മനാഭ സാറിൻ്റെ ഒരു ഫേവറേറ്റ് ഡയറക്ടറാണ്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ഈ തണുത്ത എളുപ്പാങ്കാലത്ത്. നല്ലൊരു മൂഡുണ്ട്. ഉത്തരം അതും ഇതുപോലെ ആ സിനിമയ്ക്ക് എനിക്ക് ഇതന്നെന്നറിയോ, നമ്മൾ വളരെ ഒരു സാധാരണ നോർമൽ സിനിമ പോവുകയാണെങ്കിലും നമ്മളിങ്ങനെ ക്യൂരിയോസിറ്റി നിർത്തുക. എന്തായിരിക്കും ആ പെൺകുട്ടിക്ക്, എന്തുകൊണ്ടാണ് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്, എന്നിട്ട് പോയിട്ട് അതിൻ്റെ ഒരു എൻഡിങ് ഉണ്ടല്ലോ, അത് പക്ഷേ നല്ല രീതിയിൽ അവരതിനെ കൊണ്ടുപോയി കണക്ട് ചെയ്തു. ഓഫ് കോഴ്സ് ആ കാലഘട്ടത്തിൽ ഒരു എന്താ പറയുക, നമ്മൾ അതിൻ്റെയൊക്കെ ചെറുപ്പത്തിൽ കാണുമ്പോൾ നമ്മൾക്ക് ഗൂസ് ബംസ് വന്നൊരു സിനിമയാണ്. ക്യാരക്ടറൈസേഷൻസ് ഒക്കെ അതിനകത്ത് ഭയങ്കര സ്ട്രോങ് എത്ര പേര്, എത്ര സ്വഭാവക്കാരെ അതിനകത്ത് കാണിച്ചേക്കുന്നത്. എങ്ങനെയാണ് ഈ വിഷ്വൽസിന് ഒരു സസ്പെൻസ് ബിൽഡിംഗ് ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ള ഐഡിയ പലപ്പോഴും കിട്ടുന്നതെന്ന് ആഗ്രഹം ഉണ്ട്. മെമ്മറീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലെ മെയിൻ ആൻറ്റഗോണിസ്റ്റിനെ കുറേ നേരം വരെയും അയാളുടെ ബാക്ക് സ്റ്റോറി കാണിക്കുന്നത് മുഴുവനും ലോ ആംഗിൾ ഷോട്ട്സിൽ നിന്നാണ്. ആ കാല് വെച്ചിട്ടാണ് ഫുൾ കാര്യങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും നമുക്കത് ഗസ് ചെയ്യാനും പറ്റുന്നില്ല. എന്നാൽ അതിനൊരു ക്യൂരിയസ് സ്വഭാവം ഉണ്ട് താനും. ദൃശ്യത്തിന് സമാനമായിട്ട് മൊത്തത്തിൽ നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിലെ കഥാപാത്രങ്ങളെ ജോർജ് കുട്ടി ഒരു സിനിമ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ ഉണ്ടാക്കിയെടുത്തൊരു ദൃശ്യം വണ്ണിൽ ഈ ഒരു ഐഡിയ ഉണ്ടല്ലോ, അതായത് ഓൾറെഡി ഉള്ള ദൃശ്യങ്ങളെ വേറൊരു ഫോർമാറ്റിലെ ആളുകളെ കാണിക്കുക. ഇതിനുള്ളൊരു മോട്ടീവ് എന്താണ്? സാധാരണ ആളുകളെക്കാളും കുറച്ചുകൂടി ഇന്റലിജൻസ് മുകളിൽ വെക്കണം, അപ്പോഴാണ് അത് വർക്കാവുക. അതാണ് അതിന്റെ പിന്നിലത്തെ തീരെ. എന്താ ജിത്തു ജോസഫ് അവിടെ ഉപയോഗിക്കുന്നത്? അല്ല, ഇങ്ങനെ പറയുമ്പോൾ ഉണ്ടൊരു കുഴപ്പമെന്നറിയോ, നമ്മളൊരു കഥയെ സമീപിക്കുമ്പോൾ അതിനകത്തൊരു കുറച്ച് മിസ്റ്റീരിയസ് ആയിട്ട് അത് കൊണ്ടുപോകണം, കുറച്ച് സസ്പെൻസ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഞാൻ അന്നേരം എനിക്കൊരു തോന്നുന്ന ഗട്ട് ഫീലിങ്ങിൽ ചെയ്യുന്ന കാര്യങ്ങളായത്. ഇത് അങ്ങനെ അതിനൊരു ടെക്നിക്കായിട്ട് അതിനൊരു പ്രോസസ് ഇല്ല. അന്ന് ഇതൊരു ഗട്ട് ഫീലിങ്ങിൽ പോകുന്നതാണ്. ഇപ്പൊ പറഞ്ഞു ലോ ആംഗിളിൽ കാല് കാണിച്ചു എന്ന് പറഞ്ഞു മെമ്മറീസിൽ. കാരണം അവന്റെ വേറെ ഏതെങ്കിലും ഒരു പോർഷൻ കാണിച്ചാൽ ആള് റിവീലായി പോവോ എന്നുള്ളൊരു പേടിയാണ്. മനസ്സിലായോ? കൈയുടെ ഇതിട്ടു, അങ്ങനെയൊക്കെ ഇട്ടു. അന്നേരം ഞാൻ ഭയങ്കര ഗട്ട് ഫീലിംഗ് പോകുന്ന ഒരാളാണ്. കാരണം എൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഒരു സിനിമയെ ചെയ്തിട്ടുള്ളൂ. ഞാനിങ്ങനെ വലിയ സിനിമയുടെ നിയമങ്ങളും ഇതൊന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് സ്ക്രിപ്റ്റിങ്ങിൻ്റെ സമയത്ത് ഇതിങ്ങനെ ചെയ്യണം, ഇവിടുന്ന് ഈ സീനിൽ നിന്ന് ഈ സീനിലേക്ക് കട്ട് ചെയ്യണം, കട്ട് ചെയ്യുമ്പോൾ അപ്പോൾ തോന്നുന്ന ഓരോ കാര്യങ്ങളിലൂടെയാണിത് നമ്മൾ ഇത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഷോട്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ വെച്ചാൽ ചിലപ്പോൾ ചില പ്രശ്നങ്ങളുണ്ടാവാം, ചിലപ്പോൾ ഇങ്ങനെയാവാം, ചിലപ്പോൾ ഒന്ന് നമുക്കൊന്ന് ആൾക്കാരെ മിസ്ലീഡ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒരു ഗിമ്മിക്സ് കാണിക്കും. അപ്പോൾ തോന്നുന്ന ആ സ്ക്രിപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് തോന്നുന്ന തോന്നലുകളിലൂടെ ഞാൻ പോകുന്നത്. എന്തോ ദൈവാനുഗ്രഹത്തിൽ അതൊക്കെ വർക്കൗട്ടായി പോകുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ പാളി പോകാം, അല്ലാതെ അങ്ങനെ ഒരു ബ്രില്യൻസ് ഒന്നും പറയാനില്ല. ബേസിക്കലി ഇതൊക്കെ ഒരു പരീക്ഷണങ്ങളോ ശ്രമങ്ങളോ ആണ്. അന്നേരം വരുന്ന ചില ഗട്ട് ഫീലിങ്ങിൽ പോകുന്ന സത്യം, അതാണ് സത്യം. സിനിമ വലിയ വിജയമാവട്ടെ. അന്ന് ഡിറ്റക്റ്റീവ് തുടങ്ങുന്ന സമയത്ത് ഒരുപക്ഷെ ഒരു കുടുംബവും കുറച്ച് കൊച്ചിയിലുണ്ടാക്കിയ കൂട്ടുകാർ മാത്രമാണെന്ന് ജിത്തു ജോസഫിന്റെ എഴുത്തിന് വേണ്ടി കാത്തിരിക്കുന്നതെങ്കിൽ ഇന്ന് ആ കൂട്ടത്തിൽ അമീർ ഖാനുണ്ട്, രാജമൗലിയുണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ആ പ്രതീക്ഷകൾക്കൊക്കെയും എപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു ക്രിമിനൽ മാസ്റ്റർ മൈൻഡ് അല്ലെങ്കിൽ ഒരു ക്ലാസിക് ക്രിമിനലിന്റെ സ്വഭാവം എപ്പോഴും നിലനിർത്തിയിട്ടുണ്ട്. അത് ഇനിയും തുടരാനാവട്ടെ, പല ഭൂഷണുകളിൽ അങ്ങനെ തുടരാൻ സാധിക്കട്ടെ. നേരത്തെ ഒരുപാട് നന്ദി. താങ്ക് യു.